കേരളം ഇതുവരെയും കണ്ടതിലെ ഏറ്റവും മികച്ച 3 മെയിൽ ഷോവനിസ്റ്റുകൾ ബിഗ് ബോസ് എന്ന ഗെയിമിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പല ആളുകളും ഇത് ഞെട്ടലോടെ ഉൾക്കൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ ഇവർ പറഞ്ഞ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടെ നമ്മൾ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. 1. അഖിൽ മാരാർ പറഞ്ഞ ഒരു കാര്യം, ബിഗ് ബോസിലെ ഉന്നതരായ പല വ്യക്തികളും ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്ന മിക്ക സ്ത്രീകളെയും ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. ഇതോടുകൂടി വെട്ടിലാവുന്നത് അഖിൽ മാരാർ പറഞ്ഞ കാര്യം സത്യമാണ് എങ്കിലും അല്ലെങ്കിൽ കൂടിയും ഈ ഗെയിമിൽ ഇതുവരെ പങ്കെടുത്ത വിവാഹിതരും അല്ലാത്തതുമായ എല്ലാ സ്ത്രീകളുടെയും സത്പേരിനെ ബാധിക്കുന്ന ഒരു പരാമർശമായിപ്പോയി ഇത്. അപ്പോൾ ഏതൊക്കെ സ്ത്രീകളെയാണ് മിസ്യൂസ് ചെയ്തതെന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം കൂടെ കാണിക്കണം. രണ്ടാമത്തെ കാര്യം, സിബിൻ എന്ന വ്യക്തി ആദ്യമേ വിളിച്ചു, എനിക്ക് ഗെയിമിൽ നിന്ന് പുറത്തു പോകണം, ഞാൻ ഒത്തിരി മെൻ്റൽ ട്രോമ അനുഭവിച്ചാണ്, വലിയ പ്രശ്നത്തിൽ കൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയത് ബിഗ് ബോസ് പറഞ്ഞിട്ടൊന്നുമല്ല. മൈക്ക് ഉരിയെറിയുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നു. അതൊക്കെ ആ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സിബിൻ എന്ന വ്യക്തി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ്. അത് പിന്നെ ബിഗ് ബോസിന് പങ്കില്ലല്ലോ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ സഹിച്ചവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മളൊക്കെ എന്നും കാണുന്ന ജിൻഡോ. എത്രമാത്രം മാനസിക പ്രയാസത്തിൽ കൂടിയും പ്രശ്നം കൂടിയും അതാണ് ആ ജിൻഡോ എന്ന വ്യക്തി കടന്നു പോകുന്നതെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ ജിൻഡോ ഒരിക്കലും സമചിത്തത കൈവിട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ രജിത് കുമാർ ആദ്യത്തെ മത്സരാർത്ഥിയായിട്ട് വന്ന അദ്ദേഹവും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇവർ കാണിച്ച പോലത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ സിബിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് വന്ന പ്രശ്നങ്ങളും എനിക്ക് പുറത്തു പോകണം അല്ലെങ്കിൽ മതിലടിക്കാൻ പോകുന്നൊക്കെ സിബിൻ തന്നെ പറഞ്ഞതിനെ തുടർന്നല്ലേ അയാൾക്ക് ഡോക്ടർ ബൈപോളർ ഡിസീസിനുള്ള മെഡിസിൻ സജസ്റ്റ് ചെയ്ത്. അത് തന്നെയായിരിക്കാനാണ് കൂടുതൽ സാധ്യത. സിബിനെ പുറത്താക്കണമെന്ന് ചിലപ്പോൾ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. അവർക്ക് അവരുടെ രീതിയിലാണ് ഇത് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന ആൾ ഇത്ര ദിവസം വരെ മുന്നോട്ട് പോയാൽ മതി, ഇന്ന ആൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ എന്നൊക്കെ രീതിയിൽ അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഡീഗ്രേഡ് ചെയ്യും. അതാ ഗെയിമിൻ്റെ പ്രത്യേകതയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ഇവരെല്ലാം അകത്തേക്ക് പോകാൻ. അഖിൽ മാരാർ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇനി അഖിൽ എന്ന വ്യക്തി സൂക്ഷിക്കേണ്ട കാര്യം, ഈ വലിയ സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം, ജീവന് പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതെല്ലാം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാവാം ചില കാര്യങ്ങളൊക്കെ ഈ സിബിന് പിന്നെ പറയാം, ആവശ്യം വന്നാൽ പറയാം എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നു. സിബിനെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം, ഇല്ല എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഡോക്ടർ റോബിൻ അദ്ദേഹമാണെങ്കിൽ ബിഗ് ബോസിൻ്റെ അനീതിയൊക്കെ സുന്ദരമായിട്ട് ചോദ്യം ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ അയാളുടെ സ്വഭാവത്തിൽ ഈ കൂവൽ, അലറൽ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അയാൾ ഒരു ഡോക്ടർ തന്നെയാണോ, ഇയാൾക്ക് എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോയിട്ടുണ്ട്. അതേപോലെ ചില സമയത്തൊക്കെ ഡോക്ടർ റോബിൻ്റെ സംസാരം ഒരു പക്വതയില്ലാതെ, അയാൾ എല്ലാ കാര്യവും ചിലപ്പോൾ വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞതായിരിക്കാം. പക്ഷേ വികാര തീവ്രമായ ഭാഷയിൽ ഡോക്ടർ റോബിൻ പ്രതികരിച്ചത് അയാളെ തന്നെ പലരും വെറുക്കുന്നതിനിടയാക്കിയിട്ടുണ്ട്. അഖിൽ മാരാർ അതിനകത്ത് ഒരു വിന്നറായിട്ടുള്ള വ്യക്തിയാണ്. ഇതേപോലെ വിന്നറായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സാബുമോൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരാരും ഈ ബിഗ് ബോസിനെ കുറിച്ച് പരസ്യമായിട്ട് ഇങ്ങനെയൊന്നും വന്ന് അലച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇവരാരും പറഞ്ഞത് തെറ്റാണെന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിലൊക്കെ സത്യമുണ്ടാവും. ഡോക്ടർ റോബിൻ പറഞ്ഞത് സത്യമായിരിക്കാം, അഖിൽ പറഞ്ഞത് സത്യമായിരിക്കാം, സിബിൻ പറഞ്ഞതും സത്യമായിരിക്കാം. പക്ഷേ ഈ 3 പേരുടെ സ്വഭാവത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 3 പേരും സ്ത്രീവിരുദ്ധതയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. 3 പേരുടെ പെരുമാറ്റത്തിൽ സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുന്ന ഒരു രീതി, അതിരുകടന്ന അഹന്ത, 3 പേരുടെയും പ്രത്യേകതയാണ് അതിരുകടന്ന അഹന്ത. സ്ത്രീകളെ അപമാനിക്കലൊക്കെ ഇവർക്കൊരു പ്രശ്നമേ അല്ല. ഇവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന 3 വ്യക്തികളാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അഖിൽ മാരാർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിർഭയമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ പ്രശ്നങ്ങൾ
ആളുകളുടെ ഇടയിലേക്ക് വന്ന് കയറിക്കഴിഞ്ഞു. എല്ലാ സ്ത്രീകളെ മോശമായിട്ട് കാണുന്ന രീതിയിൽ. അതുപോലെ കുടുംബജീവിതം നയിക്കുന്ന ഇപ്പോൾ എത്ര പേരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ഭർത്താക്കന്മാർ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് പങ്കെടുത്ത വിവാഹം കഴിക്കാത്ത കുറേ പെൺപിള്ളേരുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ഇന്ന വ്യക്തി ഇന്ന തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെന്നുള്ള ആർജവും പറയാനുണ്ടാവണം. ഡോക്ടർ റോബിന് കൃത്യമായിട്ട് പറയാം, അദ്ദേഹം ഒരു ഡോക്ടറാണ് എന്നുള്ള ആ ഒരു നിലവാരത്തെ അംഗീകരിക്കുന്നുവെങ്കിലും അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യത്തെയും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ സിബിൻ പറഞ്ഞു, അതായത് ഇതിനകത്ത് ഡോക്ടർ റോബിന് സിബിനൊക്കെ അതിൽ നിന്ന് പുറത്ത് ആയ വ്യക്തികളാണ്. അപ്പം നമ്മൾ ഒരാൾ ബലമായിട്ട് ഒരിടത്തുനിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കുറ്റം പറയുന്നതിൽ അവരങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വശമാണ് പറയുന്നത്, മറ്റുള്ള ഒരു ഭാഗത്തൂടെ നമ്മൾ ചിന്തിക്കണം. പിന്നെ മറുവശം പറയുകയാണ്, മീഡിയ എന്ന് പറയുന്നത് പല മീഡിയയിലും മുൻ മാധ്യമപ്രവർത്തകർ ആയിട്ടുള്ള പല സ്ത്രീകളും വന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ചും അതിൽ ജോലി ചെയ്ത മാധ്യമപ്രവർത്തകരായ സ്ത്രീകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉയർന്ന പദവിയിലിരിക്കുന്നവരുടെ ലൈംഗിക അതിക്രമങ്ങൾ, ലൈംഗിക ചൂഷണങ്ങൾ, അല്ലെങ്കിൽ അതിനെ എതിർക്കുമ്പോൾ അവർക്ക് ആ തൊഴിൽ മേഖലയിൽ നിന്ന് പോകാൻ വയ്യാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥ, ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു പക്ഷേ അഖിൽ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ സത്യമാവാനും സാധ്യതയുണ്ട്. സത്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അഖിൽ പറയേണ്ട കാര്യങ്ങൾ ഇതിലും അല്പം കൂടെ, അല്ലെങ്കിൽ റോബിൻ പറയേണ്ട കാര്യങ്ങളും സിബിൻ പറയേണ്ട കാര്യങ്ങളും നിങ്ങളത് കുറച്ചുകൂടി വികാര തീവ്രമായ ഭാഷയിലല്ലാതെ ഇതിൽ കേൾക്കുന്ന ആളുകളുടെ ജീവിതത്തേക്ക് അത് എത്രമാത്രം ബാധിക്കുമെന്ന് ഒരു വട്ടം കൂടെ ചിന്തിച്ചിട്ട്, അതേപോലെ നിങ്ങളുടെ ജീവിതത്തെ ഇത് എത്രമാത്രം ബാധിക്കുമെന്ന് കൂടെ വിലയിരുത്തിയിട്ട് പറയുന്നതായിരുന്നു ഉചിതം. പക്ഷെ എന്തായാലും ഈ തുറന്നു പറച്ചിൽ വലിയൊരു ഗുണമായിട്ടുണ്ട്. കാരണം ഈ ബിഗ് ബോസ് എന്ന ഗെയിമിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ ഗെയിം എന്താണെന്നുള്ള ഒരു ബോധ്യം ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ടല്ല നിങ്ങൾ ജയിക്കാൻ പോകണമെന്ന് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത് രഞ്ജിനി ഹരിദാസ്, ആര്യ ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞു, ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവനവൻ്റെ പ്രൊഫഷനെയും ജീവിതത്തെ ഇതൊക്കെ മറ്റൊരു തരത്തിൽ ബാധിക്കാം, നെഗറ്റീവായിട്ട് ഒരുപാട് ബാധിക്കാം, സൈബർ ബുള്ളിങ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതൊരു ഗെയിമാണെന്നും ഒക്കെ, ഇല്ലെങ്കിൽ ഈ പ്രേക്ഷകർ കുത്തിയിരുന്ന് കാണുക, അതിനുശേഷം അതിൽ പങ്കെടുക്കുന്ന ആളുകളെക്കുറിച്ച് മുൻവിധിയോടെ സമീപിക്കുക, അവരത്തരക്കാരാണ്, അതായത് ഒരു വ്യക്തിയുടെ നെഗറ്റീവായിരിക്കും ചിലപ്പോൾ പുറത്തോട്ട് വരുന്നത്, അത് കണ്ടിട്ട് ഇവ മുഴുവൻ നെഗറ്റീവാണെന്ന് ചിന്തിക്കുക. ഇതിൽ ചെന്ന് കയറിയ വ്യക്തികളൊക്കെ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ 1, 2, 3 വർഷം എടുത്തു എന്നാണ് പറയണത്. അപ്പോൾ അത് അത്രമാത്രം അതിനകത്ത് നിൽക്കാൻ കഴിയുന്നതെന്നൊക്കെ പോവുക എന്ന് പറയുന്നത് നിങ്ങൾ പുറമേ കാണുന്ന ഒന്നും അല്ല, വല്ലാത്ത സ്ട്രെയിനുള്ള ഒരു കാര്യമാണ് എന്ന് ഇതിനകത്ത് പങ്കെടുത്ത ഓരോ വ്യക്തികളും പുറത്ത് വന്നിട്ടുണ്ട്. രഞ്ജിനി ഹരിദാസായിട്ട് ഉൾപ്പെടെ ആര്യ, അതേപോലെ ഇതിനകത്ത് പങ്കെടുത്ത പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കാനും ആളുകളുടെ ഇടയിൽ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്നും പെണ്ണുപിടിയന്മാർക്കുള്ള ഒരു സംഭവമാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മോഹൻലാലിനെ പല ആളുകളുടെ ഉള്ളിൽ ഒരു തങ്ക വിഗ്രഹമായി മോഹൻലാൽ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ അഖിൽ മാരാറുടെയൊക്കെ വാക്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില നിലവാരത്തിന്, അല്ലെങ്കിൽ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മോഹൻലാലിനെ നമുക്ക് ഒരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ പൈസ വാങ്ങിക്കൊണ്ട് അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും സിബിൻ കുറേ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ട് ഞാൻ അങ്ങനെ ആവശ്യം വന്നാൽ പറയാമെന്നല്ല, പറയാനുണ്ടെങ്കിൽ നിർഭയമായിട്ട് ഈ ഒരു സമയത്ത് പറയാനുള്ള ആർജവും കൂടെ കാണിക്കാൻ കൂടെ പഠിക്കണം. എന്തെങ്കിലും ആകട്ടെ, ബിഗ് ബോസ് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ആരും ഇതിനു വേണ്ടിയിട്ട് കണ്ട് സമയം കളയാതിരുന്നാൽ ഇത് പതിയെ പതിയെ ആളുകൾ അങ്ങ് നിർത്തി കളഞ്ഞുകൊള്ളും. പക്ഷേ നമ്മളെ പോലെയുള്ള വിഡ്ഢികൾ ഇതിനു വേണ്ടിയിട്ട് കാണുന്നു, വോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളാണ് വിഡ്ഢികൾ.